നിങ്ങൾ ഓർക്കുന്നുണ്ടോ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് പത്രക്കാർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരെ മാറ്റിക്കൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടത്, തിലകിനെ മാറ്റിക്കൊണ്ടോ അഭിഷേകിനെ മാറ്റിക്കൊണ്ടോ എന്നൊരു പരിഹാസച്ചിരിയോടെ ചോദിച്ച ചോദ്യം. പക്ഷേ സാക്ഷാൽ ആ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം തൻ്റെ ഖേപ്പൂരിക്കൊണ്ട് ശിരസ് നമിച്ചുകൊണ്ടാണ് സഞ്ജുവിൻ്റെ ആ പ്രകടനത്തെ പ്രശംസിച്ചത്. വിമർശകരെ പോലും കയ്യടിപ്പിച്ച സഞ്ജു സാംസൺ. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇൻസൾട്ടാണ് മുരളി, ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന ആ സിനിമ ഡയലോഗിനെ തീർത്തും ശരിവെക്കുന്നൊരു പ്രകടനമായിരുന്നു സഞ്ജു സാംസൺ വെസ്റ്റ് ഇൻഡീസിനെതിരെ കാഴ്ചവെച്ചത്. വേൾഡ് കപ്പിൽ പുറത്താകലിൻ്റെ വക്കിൽ നിന്ന് എത്ര മനോഹരമായാണ് സഞ്ജു സാംസൺ വെസ്റ്റ് ഇൻഡീസിനെതിരെ വിജയവുമായി ഇന്ത്യയെ സെമിയിലേക്ക് നയിച്ചത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആ ഇന്നിങ്സിനെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തോളം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും പലപ്പോഴായി അകത്തും പുറത്തുമായി നിൽക്കുന്നൊരവസ്ഥയാണ് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം. സഞ്ജു സാംസൺ ആ പ്രകടനത്തിന് ശേഷം പറഞ്ഞത്, ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. 60 മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിച്ചത്. പക്ഷേ കളിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഇന്നിങ്സ് ഇതായിരുന്നു എന്ന് സഞ്ജു സാംസൺ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ ഇന്നിങ്സിനെ കുറിച്ച് പറഞ്ഞത്. അതിനു മുമ്പ് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. പക്ഷേ ആ സെഞ്ചുറികളെക്കാൾ മൂല്യമുള്ളതായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 97 റൺസ് നേടിക്കൊണ്ട് പുറത്താകാതെ ആ ഇന്നിങ്സ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആ മത്സരം കണ്ടതാണ്. ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് അചഞ്ചലനായിക്കൊണ്ട് അക്ഷോഭനായിക്കൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ കരുത്താർജിച്ച ഒരു സഞ്ജു സാംസണെയായിരുന്നു നമ്മൾ കണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല, സഞ്ജു തുടങ്ങിയത് അഖിൽ ഹുസൈനെ 2 സിക്സുകളും ഒരു 4ഉം അടിച്ചുകൊണ്ടാണ്. പക്ഷേ ആ ഓവറിൻ്റെ അവസാന ബോളിൽ അഭിഷേക് ശർമ്മ സ്ട്രൈക്കിലെത്തിയപ്പോൾ ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടമാകുന്നു. അഭിഷേകിന് ശേഷം എത്തിയ ഇഷാൻ കിഷനും ഒരു ദീർഘ ഇന്നിങ്സ് കളിക്കാനായില്ല. 10 റൺസ് എടുക്കുമ്പോഴേക്ക് ഇഷാൻ കിഷനും പുറത്താകുന്നു. പിന്നീട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തുന്നു. 2 ഓവറുകളോളം സഞ്ജു സാംസൺ നോൺ സ്ട്രൈക്ക് എൻഡിൽ കുരുങ്ങുന്നു. പക്ഷേ പിന്നീട് ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീണിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സഞ്ജു സാംസൺ കളിയുടെ ശൈലി മാറ്റുന്നതാണ് കണ്ടത്. അവിടെയാണ് കോഹ്ലിയിൽ കണ്ട ആ ചേസിംഗ് മാസ്റ്ററെ ഇന്നലെ അത്ഭുതപ്പെടുത്തും വിധത്തിൽ ഈഡൻ ഗാർഡൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത്. സഞ്ജു സ്ട്രൈക്കിലെത്തിയപ്പോഴെല്ലാം ഒരു ബൗണ്ടറി നേടും. ബൗണ്ടറി നേടിയതിന് തൊട്ടടുത്ത പന്തിൽ സിംഗിളിലൂടെ സ്ട്രൈക്ക് ക്യാപ്റ്റനിലേക്ക് കൈമാറുന്നു. ഒരു ഓവറിൽ 10-11 എന്ന റൺസ് സൂക്ഷിച്ചുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ആ ഇന്നിങ്സ് മുന്നോട്ട് നയിച്ചു. ഒരു പക്ഷേ അഭിഷേക് ശർമ്മ ഇന്നലെ പെട്ടെന്ന് പുറത്തായിരുന്നില്ല എങ്കിൽ, ഇഷാൻ കിഷൻ പെട്ടെന്ന് പുറത്തായിരുന്നില്ല എങ്കിൽ സഞ്ജു സാംസന്റെ ഇന്നിങ്സിന് ഇത്ര ദൈർഘ്യമുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം സഞ്ജു സാധാരണ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഇന്നിങ്സാണ് കളിക്കാറുള്ളത്. ആ ഒരു നിർദ്ദേശം തന്നെയാണ് സഞ്ജുവിന് പലപ്പോഴും ക്യാപ്റ്റനിൽ നിന്നും കോച്ചിൽ നിന്നും കിട്ടാറുള്ളത്. പക്ഷേ ഇന്നലെ പെട്ടെന്ന് 2 വിക്കറ്റുകൾ വീണപ്പോൾ ഒരറ്റത്ത് ഈ ഇന്നിങ്സ് കാക്കാൻ താൻ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സഞ്ജു ആ ശൈലി മാറ്റുന്നത്. ഇന്ത്യക്ക് 11-12 ഓവറുകളിൽ കാര്യമായി സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. 11ാം ഓവറിലായിരുന്നു സൂര്യകുമാർ യാദവ് പുറത്തായത്. തൊട്ടുപിറകെ എത്തിയ തിലക് വർമ്മ സ്കോർ കണ്ടെത്താൻ കുറച്ച് സമയമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ 2 ഓവറിൽ വളരെ താഴ്ന്നു പോകുന്നു റൺ റേറ്റ്. ഈ സമയത്ത് ഇന്ത്യൻ ഡക്കൗട്ടിൽ സമ്മർദ്ദത്തിൻ്റെ മുഖങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ അതൊന്നും തന്നെ സഞ്ജു സാംസൺ എന്ന ബാറ്ററെ ബാധിച്ചിരുന്നില്ല. അയാൾ അചഞ്ചലനായി ക്രീസിലുണ്ടായിരുന്നു. അപ്പോഴേക്കും തിലക് വർമ്മയും ട്രാക്കിലേക്ക് എത്തുന്നു. 15 പന്തിൽ 27 റൺസ് എടുത്ത് തിലക് വർമ്മ പുറത്താകുന്നു. പിന്നീട് ഹർദിക് പാണ്ഡ്യ എത്തുന്നു. ഹർദിക് പാണ്ഡ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ വീണ്ടും ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. സഞ്ജു സാംസൺ ഹർദിക് പാണ്ഡ്യ കൂട്ടുകെട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഹർദിക് പാണ്ഡ്യ പുറത്താകുന്നത്. സഞ്ജു സാംസൺ ഹർദിക് പാണ്ഡ്യയുമായി പാർട്ണർഷിപ്പ് പടുത്തുയർത്തുന്ന സമയത്ത് വേണമെങ്കിൽ സഞ്ജുവിന് സെഞ്ചുറിക്ക് വേണ്ടി ശ്രമിക്കാമായിരുന്നു. പക്ഷേ അതിന് സഞ്ജു മുതിർന്നില്ല. കാരണം അവിടെയെല്ലാം ഇന്ത്യൻ ടീമിൻ്റെ വിജയമായിരുന്നു, സെമി ആയിരുന്നു സഞ്ജുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ഒരു പക്ഷേ ശ്രമിച്ചു നോക്കിയാൽ 2-3 കൂറ്റൻ ഷോട്ടുകൾക്ക് ട്രൈ ചെയ്താൽ പെട്ടെന്ന് സെഞ്ചുറിയിലേക്ക് എത്താനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ശ്രമത്തിൽ വീണുപോയാൽ പിന്നീട് വരുന്നവർക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ടീമിൻ്റെ സെമി സ്വപ്നമാണ് വീണുടയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നങ്കൂരമിട്ടുകൊണ്ട് തന്നെ സഞ്ജു തുടർന്നു. പിന്നീട് ഹർദിക് പാണ്ഡ്യ പുറത്താകുന്നു. ശിവം ദൂബെ ക്രീസിലെത്തുന്നു. ശിവം ദൂബെ ക്രീസിലെത്തിയ ഉടനെ തന്നെ 2 ബൗണ്ടറികൾ നേടിയെടുക്കുന്നു. അവസാന ഓവറിൽ പിന്നീട് വേണ്ടത് 7 റൺസായിരുന്നു. അവിടെയാണ് സഞ്ജുവിൽ നമ്മൾ മറ്റൊരു ധോണിയെ കണ്ടത്. അവസാന ഓവറിൽ
മറ്റു സമ്മർദ്ദങ്ങൾക്കൊന്നും അവസരം കൊടുക്കാതെ നേരിട്ട ആദ്യ പന്ത് തന്നെ 6ലേക്കും തൊട്ടടുത്ത പന്ത് 4ലേക്കും പറത്തിക്കൊണ്ട് ഇന്ത്യയെ സെമിയിലേക്ക് നയിച്ചു, വിജയത്തിലേക്ക് നയിച്ചു. ആ ഒരു നിമിഷം ഈഡൻ ഗാർഡനിലെ ഗാലറിയിൽ നിന്ന് ഉയർന്നു കേട്ടത് സഞ്ജു 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 എന്ന ആർപ്പുവിളികളായിരുന്നു. അതെ, സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ രക്ഷയ്ക്കെത്തിയിരിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് പത്രക്കാർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരെ മാറ്റിക്കൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടത്, തിലകിനെ മാറ്റിക്കൊണ്ടോ അഭിഷേകിനെ മാറ്റിക്കൊണ്ടോ എന്നൊരു പരിഹാസച്ചിരിയോടെ ചോദിച്ച ചോദ്യം. പക്ഷേ സാക്ഷാൽ ആ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം തൻ്റെ ഖേപ്പൂരിക്കൊണ്ട് ശിരസ് നമിച്ചുകൊണ്ടാണ് സഞ്ജുവിൻ്റെ ആ പ്രകടനത്തെ പ്രശംസിച്ചത്. വിമർശകരെ പോലും കയ്യടിപ്പിച്ച സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പരാജയപ്പെട്ടുകൊണ്ട് ഇനി സെമി സ്വപ്നം കാണാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ മുൻകാല ക്രിക്കറ്റർ രവി ശാസ്ത്രി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ത്യക്ക് ലോകകപ്പ് ജയിക്കണമെങ്കിൽ സഞ്ജുവിനെ തിരിച്ചു വിളിക്കൂ, ടോപ്പ് ഓർഡറിൽ ബാറ്റിങ്ങിന് അയക്കൂ സഞ്ജുവിനെ എന്നാണ്. സിംബാബ്വെക്കെതിരെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് അത് ചെയ്തു, അതിനുള്ള റിസൾട്ടും കിട്ടി. വെസ്റ്റ് ഇൻഡീസിനെതിരെയും സഞ്ജുവിനെ ഓപ്പണിംഗ് ഇറക്കി, വീണ്ടും അതിനുള്ള റിസൾട്ട് ഇന്ത്യക്ക് കിട്ടി. അതെ, ഇന്ത്യ ഇന്ന് സെമിയിലേക്ക് മുന്നേറിയിരിക്കുന്നത് സഞ്ജു എന്ന മലയാളി താരത്തിൻ്റെ ചിറകിലേറിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ക്രിക്കറ്റർമാരും അല്ലാത്തവരും സഞ്ജുവിൻ്റെ ആ ഇന്നിങ്സിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാഷിം അമല അടങ്ങുന്ന ക്രിക്കറ്റർമാർ സഞ്ജുവിനെ വാനോളം പുകഴ്ത്തി. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ഓൾറൗണ്ടർ ഇർഫാൻ പത്താൻ, അശ്വിൻ, അങ്ങനെ ഇനി പറയാത്തവരാരുണ്ട്? ഓസ്ട്രേലിയൻ കളിക്കാർ, ഇംഗ്ലണ്ടിൻ്റെ കളിക്കാർ എല്ലാവരും സഞ്ജുവിൻ്റെ ആ ഇന്നിങ്സിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു കരുത്താർജിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം അത്ര കണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന ക്രിക്കറ്ററാണ് സഞ്ജു സാംസൺ എന്ന മലയാളി. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം സഞ്ജുവിൻ്റെ ആ മഹത്തായ ഇന്നിങ്സിനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, സാക്ഷാൽ സിനിമാ താരങ്ങളായ മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങി ഒട്ടനവധി പ്രഗത്ഭർ ആ ഇന്നിങ്സിനെ പ്രശംസിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സഞ്ജു നടന്നു വന്ന വഴികളും വെസ്റ്റ് ഇൻഡീസിനെതിരെ മറികടക്കാനുള്ള സ്കോറും അതികഠിനമായിരുന്നു. ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു കളിക്കാരനും സമ്മർദ്ദത്തിനടിമപ്പെട്ടു പോകുന്ന സാഹചര്യവും മറികടന്നുകൊണ്ട് ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചെങ്കിൽ ആ ഇന്നിങ്സിനെ പിന്നാർക്കാണ് പ്രശംസിക്കാൻ കഴിയാതിരിക്കുക? ഈ 10 വർഷത്തിനടുക്ക് ഇങ്ങനെ ഒരു ഇന്നിങ്സിനാണ് ഞാൻ കാത്തിരുന്നതെന്ന് സഞ്ജു പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനുള്ളത് അതുതന്നെയാണ്. സഞ്ജുവിനെ സ്നേഹിച്ചിരുന്ന ക്രിക്കറ്റ് പ്രേമികൾക്കും പറയാനുള്ളത് ഞങ്ങളും ഇത്തരം ഒരു ഇന്നിങ്സ് തന്നെയാണ് കാത്തിരുന്നത്. ഞങ്ങൾക്ക് അത് നൽകിയിരിക്കുന്നു സഞ്ജു സാംസൺ. ഇനിയും ഇത്തരം ഇന്നിങ്സുകളിലൂടെ ഇന്ത്യൻ ടീമിൻ്റെ രക്ഷകനാകാൻ സഞ്ജു സാംസൺ എന്നും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.